അമേരിക്കൻ സെനറ്റ് ഒരു പുതിയ നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ലിൻസെ ഒ ഗ്രഹാം സാങ്ഷനിങ് റഷ്യ ആൻഡ് ഇറാൻ ആക്ട് 2026. യുക്രൈന് ശക്തമായ പിന്തുണ നൽകിയിരുന്ന പ്രമുഖ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ സ്മരണാർത്ഥം കൊണ്ടുവരുന്ന ഒരു ബില്ലാണിത്. ഈ ബില്ല് പാസ്സാവുന്നത് 86 വോട്ടുകൾ ഇതിനെ പിന്തുണച്ച് വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ്. വെറും 11 വോട്ടുകൾ മാത്രമാണ് ഇതിനെ എതിർത്ത് വന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന 5 രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ നികുതി ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ലാണിത്. നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ചൈന, അസർബൈജാൻ, ഹംഗറി, സ്ലോവാക്യ എന്നീ 5 രാജ്യങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമായിട്ട് ഈ ബില്ലിലൂടെ ഇന്ത്യയെയും ചൈനയുമാണ് ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പല രാജ്യങ്ങളുടെ മേലും താരിഫ് ചുമത്തിയത്. ആ സമയത്ത് കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. കോടതിക്ക് താരിഫിനെ റദ്ദാക്കാനും സാധിച്ചു. എന്നാൽ ഇപ്പോൾ ഇതിനെ ഒരു നിയമമാക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ സെനറ്റില് ഇത് 86 വോട്ടുകളുടെ പിന്തുണയോടെ ഇത് അംഗീകരിക്കപ്പെട്ടു. അടുത്തത് ഹൗസിലേക്ക് പോകും. അവിടെയും ഇത് അംഗീകരിക്കപ്പെടുന്നതോടെ ഇത് അമേരിക്കയിൽ ഒരു നിയമമായിട്ട് മാറുകയാണ്. ചുരുക്കത്തിൽ പ്രസിഡന്റ് ട്രംപിന് പകരം നാളെ വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും ഈ 5 രാജ്യങ്ങൾക്കുമെതിരെ 100% വരെ നികുതി ചുമത്താനുള്ള പവർ, അധികാരം ആ പ്രസിഡന്റിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് നിയമമായിട്ട് മാറുകയാണ്. ഇത് ഇന്ത്യയെയും ചൈനയെയും ഒക്കെ ഭാവിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒരു സുഹൃത്തായിട്ടോ പാർട്ണറായിട്ടോ അമേരിക്ക പരിഗണിച്ചിട്ടില്ല. ഇവിടെ ഇന്ത്യ മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണയും ഗ്യാസും ഒക്കെ വാങ്ങുമ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല. അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ടിട്ട് ഈ ഒരു നിയമത്തിൽ അവർക്ക് ഇളവ് കൊടുത്തിരിക്കുകയാണ്. അവര് കുഴപ്പമില്ല, അവര് നമ്മുടെ സുഹൃത്താണ്, നമ്മൾ വേണ്ടപ്പെട്ടവരാണ്, അവരെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചൈനയ്ക്കൊപ്പം അമേരിക്ക ഇന്ത്യയെ കൂടി ഇതിൽ പെടുത്തിയിരിക്കുന്നു. സോ ഇതിൽ അസർബൈജാനും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ലോവാക്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് അത്ര നല്ല റിലേഷനിലൊന്നും അല്ല, ഹംഗറി ഒന്നും. സോ ഇവിടെ അസർബൈജാനൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ചൈനയുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയെ കൂടി അമേരിക്ക ഇവിടെ ഉൾപ്പെടുത്തുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ത്യയെ അമേരിക്ക ഒരു എതിരാളിയായി കാണുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ വളർച്ചയെ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യ നാളെ ചൈനയെ പോലെ ഒരു വലിയ ശക്തിയായിട്ട് മാറുമെന്നും തങ്ങൾക്ക് മറ്റൊരു കോമ്പറ്റേറ്റർ കൂടി വരും എന്ന് അമേരിക്ക ഭയപ്പെടുകയുമാണ്. ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തെ എല്ലാ കാലവും അമേരിക്ക ആശങ്കയോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ചൈനയുടെ കാര്യത്തിൽ പറഞ്ഞ എല്ലാ സാധ്യതകളും ഇന്ത്യയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു. വലിയ രാജ്യമാണ്, വലിയ പോപ്പുലേഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ പവറാണ്. അപ്പൊ ചൈന ഇന്നൊരു വലിയ ശക്തിയായിട്ട് വളർന്നതുപോലെ വീണ്ടും ഇന്ത്യയും ഒരു ശക്തിയായിട്ട് വന്നാൽ തങ്ങൾക്ക് മറ്റൊരു എതിരാളി കൂടി വരും എന്ന തിരിച്ചറിവിലാണ് അമേരിക്ക ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്കൻ വിപണിയെ, നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കയറ്റുമതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമാണ് അവരിവിടെ ഉപയോഗിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങേണ്ടി വന്ന സാഹചര്യം അമേരിക്കയ്ക്ക് അറിയാത്തതുകൊണ്ടല്ല, ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് അറിയാത്തതുകൊണ്ടല്ല. റഷ്യ യുക്രൈൻ യുദ്ധം ആരാണ് ഉണ്ടാക്കിയത്? അങ്ങ് താനേ ഉണ്ടായതാണോ? യുക്രൈനെ നാറ്റോയിൽ ചേർക്കാനുള്ള ശ്രമമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. അതിന്റെ പുറകിൽ ആരാണ് കളിച്ചത്? അമേരിക്കയാണ്. ആരാണ് ഇറാനെ തകർക്കാനായിട്ട് കളിക്കുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയാണ്. ഇപ്പൊ ആ സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ചൈനയെയും ഒപ്പം ഇന്ത്യയും കൂടി അവർ ടാർഗറ്റ് ചെയ്യാണ്. അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യ മറ്റൊരു ശക്തിയായിട്ട് മാറുമെന്നും അത് തങ്ങൾക്ക് നാളെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കുന്ന അമേരിക്ക ചൈനയെ കൗണ്ടർ ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യയെയും കൺട്രോൾ ചെയ്യണം എന്നിപ്പോൾ തീരുമാനിക്കുകയാണ്. എന്ന് വെച്ചാൽ ചൈനയെ കൂടുതൽ വളരാൻ അനുവദിക്കരുത്, തടയണം. അതുപോലെ തന്നെ ഈ ഘട്ടത്തിലാവുമ്പോൾ ഇന്ത്യയെ പ്രതിരോധിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ചൈനയ്ക്കൊപ്പം ഇന്ത്യയും സാമ്പത്തികമായി വളർന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ഒട്ടും അമേരിക്കയ്ക്ക് പ്രഷർ ചെലുത്താൻ കഴിയാത്ത വിധം ഇന്ത്യ വളർന്നു പോകും. അപ്പൊ അതിനുള്ള ഒരു ഇട കൊടുക്കാതെ ഇപ്പോഴാകുമ്പോൾ ഇന്ത്യ വളർച്ചയുടെ ഘട്ടത്തിലാണ്. സോ സമ്മർദ്ദങ്ങളിലൂടെ ഇന്ത്യയെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാം, ഇന്ത്യയുടെ വളർച്ചയെ ഒന്ന് മന്ദഗതിയിലാക്കാം എന്നൊക്കെയാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മുതൽ അമേരിക്കൻ വിപണി വേണമെന്നുണ്ടെങ്കിൽ അമേരിക്ക പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണോ? ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് വെക്കൂ. അങ്ങനെ നമ്മൾ ചെയ്താൽ നാളെ വേറൊരു ആവശ്യം വരുന്ന സമയത്ത് വേറൊരു വിഷയത്തിലും അമേരിക്ക ഇതേ ബ്ലാക്ക് മെയിൽ എടുത്ത് ഉപയോഗിക്കാം, ഇതേ തന്ത്രം ഉപയോഗിക്കാം.
കാരണം ഇത് അമേരിക്കയിൽ ഏത് പ്രസിഡന്റ് ഇരുന്നാലും മേൽ പറഞ്ഞ 5 രാജ്യങ്ങളിലും മേലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വടിയാണ് ഇപ്പൊ സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്. അപ്പൊ ഹൗസിലും കൂടെ അത് പോയി അവിടെയും പാസ്സായി കഴിഞ്ഞാൽ ഇത് നിയമമായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് സെനറ്റ് പാസ്സാക്കിയ ഈ ബില്ല് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലേക്ക് പോവുകയും അവിടെയും പാസ്സാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, റിപ്പബ്ലിക്കോ അല്ലെങ്കിൽ ഡെമോക്രാറ്റോ എന്ന വ്യത്യാസമില്ലാതെ അമേരിക്കയുടെ ഫോറിൻ പോളിസി ഒരേ പാതയിലൂടെയാണ് പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഒരു ഡെമോക്രാറ്റ് വന്നാലും റിപ്പബ്ലിക്കൻ വന്നാലും ഇന്ത്യക്ക് അത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഗുണം ചെയ്യില്ല. പകരം വഴികൾ ഇന്ത്യ തേടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയിൽ കൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് നമുക്ക് ലാഭമുണ്ടാക്കാം എന്ന സ്വപ്നം അവസാനിപ്പിച്ച് ലോകത്ത് മറ്റു വിപണികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാലം US-ന്റെ പ്രഷറിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് അവര് തന്ത്രപരമായ ഒരു സമ്മർദ്ദം നമ്മുടെ മേൽ ചെലുത്താനുള്ള ഒരു ആയുധം ഉണ്ടാക്കുകയാണ്. സോ നമ്മുടെ വളർച്ചയെ തടയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അമേരിക്ക കരുതുന്നത് അമേരിക്കൻ വിപണിയിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയാണ് ചൈന വളർന്നത്, അതുപോലെയാണ് ഇന്ത്യയുടെയും ഒരു പോക്ക്. അപ്പൊ അമേരിക്ക അവരുടെ ഒരു എക്കണോമി, ആ എക്കണോമിയാണ് ചൈനീസ് വളർച്ചയ്ക്ക് കാരണമായത്, അതിലാണ് ഇന്ത്യയുടെ നോട്ടം എന്ന് അവർ കരുതുകയാണ്. സോ അതുകൊണ്ടാണ് അവർ അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ പ്രഷർ ചെലുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സത്യത്തിൽ ഇനി മുതൽ നമ്മൾ ചൈനയും അമേരിക്കയും വേറിട്ട് കാണേണ്ടത് ആവശ്യമില്ല. ചൈനയും അമേരിക്കയും ശരിക്കും നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശത്രു എന്ന വാക്കിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വളർച്ചയിൽ, ബിസിനസ്സിൽ, നമ്മുടെ ഗ്രോത്തിലൊക്കെ ഒരു എതിരാളിയാണ് അവർ. സോ അവരൊരിക്കലും നമ്മൾ നന്നാകണം എന്ന് ആഗ്രഹിക്കില്ല എന്ന വസ്തുത ഓരോ ഇന്ത്യക്കാരും തിരിച്ചറിയേണ്ട ഒരു സമയമായി എന്നാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.